അടിപൊളിയായിട്ട് ചെയ്യാവുന്നതിനുള്ളൂ, ഒരു വിഷയമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ സ്കൂബ ചെയ്യാൻ പോകുന്ന എക്യുപ്മെൻറ്റ്. ഈ എക്യുപ്മെൻറ്റിൽ മെയിനായിട്ട് 3 പാർട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ടാങ്കിൽ ഫുള്ളി എന്താണ് ഓക്സിജനാണ്. നോർമൽ വലിക്കുന്ന ഈ എയർ തന്നെ കംപ്രസ് ചെയ്ത് കയറ്റിക്കുകയാണ്. നമ്മൾ ബലൂണും ടയറൊക്കെ വീർപ്പിക്കുക, അതേപോലെ ഹൈ പ്രഷറിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. നമുക്ക് ലാവിഷായി വലിക്കാനുള്ള എയർ ഇതിലുണ്ട്. എയർ തീർന്നു പോകുന്ന പേടിക്കൊന്നും വേണ്ട. എയർ എത്ര ബാക്കിയുണ്ടെന്ന് നമുക്കിതിൽ നോക്കിയാൽ കാണാവുന്നതാണ്. ഓക്കെ, ഇതാണ് BCD. ഈ ബാഗ് പോലെ ഇരിക്കുന്നതാണ് BCD. ഈ BCD ആണ് എന്ത് ഈ എല്ലാ എക്യുപ്മെൻറ്റിനും ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. മാത്രമല്ല ഇത് നമുക്ക് എന്ത് ലൈഫ് ജാക്കറ്റ് പോലെ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നവരായിരിക്കാം. നമുക്ക് ഇതിൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഇത് ഫുള്ളി ഇൻഫ്ലേറ്റ് ആയിട്ട് വരും. അപ്പോൾ സമയത്ത് എന്ത് നിങ്ങൾ വെള്ളത്തിൽ താഴ്ന്നു പോവില്ല, നിങ്ങൾ പൊന്തിൽ തന്നെ കിടക്കുള്ളൂ. നിങ്ങൾക്ക് താഴെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എന്ത് ഇതിൻ്റെ എയർ കളഞ്ഞ് നിങ്ങൾ വെള്ളത്തിൻ്റെ അടിയിൽ പോകുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്തോളും. ഒന്ന് പറഞ്ഞോളൂ, പക്ഷെ അറിയാലോ കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനിയുള്ള കാര്യം ശ്രദ്ധിക്കാം. ഇതാണ് നമ്മുടെ റെഗുലേറ്റർ. നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടാണ് വെള്ളത്തിൻ്റെ അടിയിൽ ബ്രീത്ത് ചെയ്യാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് മാത്രമേ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത് നമ്മൾ വായിൽ കടിച്ചു പിടിച്ചിട്ടാണ് യൂസ് ചെയ്യുക. നമ്മൾ ബ്രീത്ത് ചെയ്യണതും ബ്രീത്ത് ഔട്ട് ചെയ്യണതും എല്ലാം വായ്പെടാം. മൂക്ക് എന്ന് പറഞ്ഞ സാധനം നമ്മൾ അതിന് ഉപയോഗിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത് വായിൽ കടിച്ചു പിടിക്കാൻ ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്. ഒന്നുമില്ല, ആ എന്ന് പറയുമ്പോൾ വായ തുറക്കുക, ഈ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു പരമ സാധനം കണ്ടാണ്. ഇതാണ് ഇതിൻ്റെ ബൈറ്റിംഗ് പാഡ്. ഈ ബൈറ്റിംഗ് പാഡ് നമ്മളെ പല്ല് വെച്ചിട്ട് നമ്മുടെ അണപ്പല്ലുണ്ട് ജോ വെച്ചിട്ട് കടിച്ചു പിടിക്കണം. എന്നിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചുണ്ടുണ്ടല്ലോ ഷേപ്പിൽ ലോക്ക് ചെയ്ത് പിടിക്കണം, എയർ ടൈറ്റ് ചെയ്ത് പിടിക്കണം. കാണിച്ചു തരാം. ഈ ശ്വാസം എടുക്കുന്നതും വിടണതും വായക്കൂടെ. നമ്മൾ ഈ കടിച്ചു പിടിച്ചിരിക്കണ കാരണം എന്ത്, ഇത് എന്തെന്നെ ചെയ്താലും നമ്മളെ വായ ദൂരി പോകില്ല. അപ്പോൾ നമ്മളെ കൈ അറിയാണ്ട് തട്ടുക, അപ്പോൾ കൂടെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെ കൂടെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവും, അവരെ കൈ അറിയാണ്ട് തട്ടുകയാണെങ്കിൽ പോലും എന്ത് ഈ സാധനം വായന്ന് ഊരി പോയില്ല. ഞാൻ നല്ല പോസ്റ്റിലാണ് വലിക്കണം, സാധനം ഊരിപ്പോയില്ല. നമ്മൾ പിടിക്കണം എന്തിനാ, എയർ ടൈറ്റ് ചെയ്യാനാണ്. വെള്ളം വായിൽ വരാൻ ചാൻസ് കൂടുതലാണ്, കാരണം വെള്ളത്തിൽ പ്രഷർ കൂടുതലല്ലേ. സോ എന്തെങ്കിലും ചെറിയ ഗ്യാപ്പ് ഇട്ടാണെങ്കിൽ വെള്ളം വരാൻ നോക്കും. അപ്പോൾ സമയം നമ്മൾ ഷേപ്പിൽ ടൈറ്റ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ വെള്ളം കയറില്ല. ഓക്കെ, പിന്നെ ഇതൊരു ഡിമാൻഡിങ് വാൾവാണ്. നമ്മൾ വായിൽ വെറുതെ വെച്ചാൽ എനിക്ക് ബ്രീത്ത് കിട്ടില്ല. ഞാൻ വെറുതെ വെച്ച് കാറ്റ് വന്നുകൊണ്ടിരിക്കില്ല, അത് ഇതുപോലെ ഇങ്ങനെ വരില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഡിമാൻഡ് ചെയ്യണം. നമ്മൾ ജ്യൂസ് കുടിക്കില്ല, സ്ട്രോ യൂസ് ചെയ്തിട്ട് വലിച്ചെങ്കിൽ മാത്രമല്ല ജ്യൂസ് വരൂ. അതുപോലെ തന്നെ നമ്മൾ വലിച്ചാൽ മാത്രമേ നമുക്ക്